സദ്ഗുരേ ശരണം. വെറും 5 വാക്കും 60 സെന്റൻസുകൾ. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇത് പഠിക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പോണില്ല. അത് ഞാൻ ഉറപ്പ് തരാം. വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ചറപറാന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 24 ഡേ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഡേ 9 എല്ലാവർക്കും സ്വാഗതം. റെഡിയാണോ എല്ലാവരും? സോ ആർ യു റെഡി? Then let's get started. Welcome to English Guru's brand new episode. I am Ashalida Srijit. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാക്കാണ് ഗോ. ഈ ഒരു വാക്കുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം. നമുക്ക് ആദ്യം അത് നോക്കാം. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുണ്ട്. പോകാറുണ്ട് എന്ന് നമുക്ക് പറയണം. അപ്പോൾ ഞാൻ പോകാറുണ്ട് ഗോ. ജോലിക്ക് എല്ലാ ദിവസവും ഐ ഗോ ടു വർക്ക് എവറി ഡേ. ഐ ഗോ ടു വർക്ക് എവറി ഡേ. അപ്പൊ അത് തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഒരു സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അത് റിപ്പീറ്റ് ചെയ്യണം അവിടെ. ഓക്കെ. ഇപ്പൊ ഞാൻ ഈ മലയാളത്തിൽ പറയുന്ന ആ വേർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ശ്രദ്ധിച്ചോളാം. ഞാൻ ഇപ്പോൾ ജോലിക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മൾ ജോലിക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നു ഐ ആം ഗോയിങ് ടു വർക്ക് നൗ. ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ പോവുകയാണ്. അതായത് ഇപ്പൊ പോകാൻ തുടങ്ങുന്നു, അതിനുള്ള ആ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നു. ഐ എം ഗോയിങ് ടു വർക്ക് നൗ. പോവുകയാണ്. അപ്പൊ മലയാളം വേർഡ് പോവുകയാണ്. ഈ 5 വാക്കുകൾ കൊണ്ടുള്ള ഇത്രയും സെന്റൻസുകൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും തറോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടോ? നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ? എന്നാൽ ഉറപ്പായിട്ടും ഈ 5 വാക്കുകളും സെന്റൻസുകളും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു വേർഡ് തരും. ആ വേർഡ് വെച്ച് നിങ്ങൾ ഇതുപോലെ പറഞ്ഞിരിക്കും. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചാൽ അവസാനം തരുന്ന ആ വാക്കുകൊണ്ട് വേണം നിങ്ങൾ സ്വന്തമായിട്ട് ഇതേപോലെ സെന്റൻസുകൾ ഉണ്ടാക്കി ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ ഇടാൻ റെഡി ആയിക്കോളാം. ഓക്കെ. ഞാൻ ജോലിക്ക് പോയല്ലോ, ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞു. അതെപ്പോഴും എന്താ പറയുക, നമ്മളെ ഫോണിലൊക്കെ വിളിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഞാനിപ്പോൾ ജോലിക്ക് പോയി, ഞാൻ ഇന്നിവിടെ ഇല്ല. ഐ ഹാവ് ഗോൺ ടു വർക്ക് ഓൾറെഡി. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ജോലിക്ക് പോയി കഴിഞ്ഞു. ഐ ഹവ് ഗോൺ ടു വർക്ക് ഓൾറെഡി. ഇത് ഫോണിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ കേട്ടോ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പോയി കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട് ഇത് പറയില്ലല്ലോ. അപ്പം ഇത് ഓർത്ത് വെച്ചേക്കണേ. ഇതിന് കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. സ്ഥിരമായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. ഐ ഹാവ് ബീൻ ഗോയിങ് ടു വർക്ക് റെഗുലർലി. സ്ഥിരമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഗോയിങ് ടു വർക്ക് റെഗുലർലി. സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ മലയാളം കീവേഡ്. ഞാൻ ഇന്നലെ ജോലിക്ക് പോയിരുന്നു. ഐ വെന്റ് ടു വർക്ക് യെസ്റ്റർഡേ. വെന്റ് എന്ന് പറയുന്നത് ഗോ എന്ന് പറയുന്ന നമ്മുടെ വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വെന്റ് ടു വർക്ക് യെസ്റ്റർഡേ. ഇന്നലെ പോയിരുന്നു. മഴ തുടങ്ങിയപ്പോ ഞാൻ ജോലിക്ക് പോവുകയായിരുന്നു. ഇന്നലെ മഴ പെയ്തു, മഴ തുടങ്ങിയപ്പോൾ ഞാൻ ജോലിക്ക് പോവുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ടു വർക്ക് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ, വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജോലിക്ക് പോവുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ടു വർക്ക് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അവൻ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞിരുന്നു. ഐ ഹാഡ് ഗോൺ ടു വർക്ക് ബിഫോർ ഹി കോൾഡ്. ഞാൻ പണ്ട് മുതലേ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. പുതിയ ജോലിയിലേക്കൊക്കെ മാറുന്നതിന് മുമ്പേ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പണ്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു. ഐ ഹാഡ് ബീൻ ഗോയിങ് ടു വർക്ക് ബിഫോർ ഐ ചേഞ്ച് മൈ ജോബ്. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ. നാളെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഐ വിൽ ഗോ ടു വർക്ക് ടുമോറോ. വിൽ ഗോ പോകും അല്ലെങ്കിൽ പോകുന്നുണ്ട്. ഐ വിൽ ഗോ.
9 മണിയൊക്കെ ആവുമ്പോൾ ഞാൻ ജോലിക്ക് പോവുമായിരിക്കും, ഞാൻ ഓഫീസിലേക്ക് പോവുമായിരിക്കും 9 മണിക്ക് നാളെ. മീൻസ് നമ്മൾ പറയില്ലേ, ഐ വിൽ ബി ഗോയിങ് ടു വർക്ക് അറ്റ് 9 AM. ഒരു 9 മണിയോടെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടാവും. ഇപ്പം നീ 9 മണിക്ക് വന്നിട്ട് കാര്യമില്ല, ഞാൻ 9 മണിയോടെയൊക്കെ ജോലിക്ക് ഞാൻ പോയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഗോൺ ടു വർക്ക് ബൈ 9 AM. അടുത്ത വർഷം ആവുമ്പോഴേക്കും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് 10 വർഷം ആവുകയായിരിക്കും. 10 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായിരിക്കും അടുത്ത വർഷം ആവുമ്പോഴേക്കും. ഐ വിൽ ഹാവ് ബീൻ ഗോയിങ് ടു വർക്ക് ഫോർ 10 years ബൈ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ആവുമ്പോഴേക്കും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് 10 വർഷം ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഗോ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടുള്ള 12 സെന്റൻസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വേർബ് ഡു. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഐ വാസ് റിയലി വെരി തേഴ്സ്റ്റി. ഞാൻ എൻ്റെ ജോലിയെല്ലാം വളരെ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഐ ഡു മൈ വർക്ക് പ്രോപ്പർലി. ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഡൂയിങ് മൈ വർക്ക് നൗ. ചെയ്യുകയാണ് ഇപ്പോൾ. ഐ എം ഡൂയിങ് മൈ വർക്ക് നൗ. എൻ്റെ ജോലി ഞാൻ തീർത്തു കേട്ടോ. ഐ ഹവ് ഡൺ മൈ വർക്ക്. എൻ്റെ ജോലി ഞാൻ തീർത്തു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ജോലി ഞാൻ തീർത്തു കഴിഞ്ഞു കേട്ടോ. ഇപ്പം അങ്ങ് തീർന്നതേ ഉള്ളൂ. ഐ ഡൺ മൈ വർക്ക്. ഐ ഹാവ് ഡൺ മൈ വർക്ക്. ചെയ്തു കഴിഞ്ഞു. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, സ്ഥിരമായി സിൻസിയർ ആയിട്ടാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഹവ് ബീൻ ഡൂയിങ് മൈ വർക്ക് സിൻസിയർലി ഫോർ ഇയേഴ്സ്. ഐ ഹവ് ബീൻ ഡൂയിങ് മൈ വർക്ക് സിൻസിയർലി ഫോർ ഇയേഴ്സ്. ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് വെച്ചാൽ ജോലി കുറേ നേരത്തെ തുടങ്ങി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് എൻ്റെ ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗോട്ട് ദ പോയിന്റ്. ഇന്നലെ ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ജോലി ചെയ്തു. ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ. അപ്പോൾ ഡു നമ്മൾ ഡിഡ് ആക്കി, ചെയ്തു. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യായിരുന്നു. നമ്മളെ വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നപ്പോഴോ ഒക്കെ. ഐ വാസ് ഡൂയിങ് മൈ വർക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. വൈകുന്നേരത്തിന് മുമ്പേ ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്തിരുന്നു. ഐ ഹാഡ് ഡൺ മൈ വർക്ക് ബിഫോർ ഈവനിങ്. ഐ ഹാഡ് ഡൺ. വൈകുന്നേരത്തിന് മുമ്പേ ഞാൻ എൻ്റെ ജോലിയൊക്കെ ഞാൻ തീർത്തിരുന്നു ഇന്നലെ. ഐ ഹാഡ് ഡൺ മൈ വർക്ക് ബിഫോർ ഈവനിങ്. ഹാഡ് ഡൺ. കുറേ നേരമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ. I had been doing my work for hours yesterday. I had been doing my work. കുറേ നേരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ. ഇതിൽ ഓരോ വാക്കിനും വളരെ വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിച്ചോളണം. എൻ്റെ ജോലി ഞാൻ നാളെ ചെയ്യും. I will do my work tomorrow. നാളെ ഞാൻ എൻ്റെ ജോലി ചെയ്യും. നാളെ വൈകുന്നേരം ഞാൻ എൻ്റെ ജോലി ചെയ്യുമായിരിക്കും കേട്ടോ. വൈകുന്നേരം ഞാൻ ചെയ്യുമായിരിക്കും. ഒരു 5 മണിയൊക്കെ ഞാൻ ഈ ജോലി ചെയ്യുമായിരിക്കും. ഐ വിൽ ബി ഡൂയിങ് മൈ വർക്ക് ഇൻ ദ ഈവനിങ്. ഐ വിൽ ബി ഡൂയിങ്, ചെയ്യുകയായിരിക്കും, മൈ വർക്ക് ഇൻ ദി ഈവനിങ്. രാത്രിയോടുകൂടി എൻ്റെ ജോലിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ടാവും. അപ്പം ഇതിന് കുഴപ്പമില്ല. രാത്രി ആവുമ്പോഴേക്കും ഞാൻ ജോലി തീർത്തിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഡൺ മൈ വർക്ക് ബൈ നൈറ്റ്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ജോലി തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പം നാളെ നിങ്ങളൊരു 9 മണിക്കൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഒരു 2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഫോർ 2 hours ബൈ ദെൻ. അപ്പോഴേക്കും ഐ വിൽ ഹാവ് ബീൻ ഡൂയിങ് മൈ വർക്ക് ഫോർ 2 hours ബൈ ദെൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വേർബ് ഗെറ്റ് എന്നുള്ളതാണ് അടുത്ത വേർബ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഉപയോഗിക്കുന്ന 5 വാക്കുകളാണ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കിട്ടുക എന്നാണ്. അത് ചെറിയ ചെറിയ അർത്ഥവ്യത്യാസങ്ങളോടുകൂടി അത് നമ്മൾ ഉപയോഗിക്കും. എനിക്കെപ്പോഴും നല്ല ഐഡിയാസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ പഠിച്ചത് നിങ്ങൾ ഓർത്തല്ലോ, പോകാറുണ്ട്, ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ കിട്ടാറുണ്ട് എന്നുള്ളതിലേക്ക് എത്തി നമ്മൾ. ഐ ഗെറ്റ് ഗുഡ് ഐഡിയാസ് ഓഫൺ. എനിക്ക് നല്ല ഐഡിയാസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിട്ടുക എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് കിട്ടിയെന്നല്ല,
നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ അതാവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ എം ഗെറ്റിംഗ് റെഡി നൗ. റെഡി ആവുക എന്നുള്ളതിനും ഗെറ്റിംഗ് റെഡി. ഐ എം ഗെറ്റിംഗ് റെഡി നൗ. ഗെറ്റിംഗ് റെഡി, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഒരു മെസ്സേജ് ഇതാ എനിക്കിപ്പോ കിട്ടി. ഐ ഹവ് ഗോട്ട് എ മെസ്സേജ് ഫ്രം ഹിം. എനിക്ക് അവൻ്റെ നിന്ന് ഒരു മെസ്സേജ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, ഇതാ വന്നിട്ടുണ്ട്. ഐ ഹവ് ഗോട്ട് എ മെസ്സേജ് ഫ്രം ഹിം. ഹാവ് ഗോട്ട്, അതായത് ഇപ്പൊ കിട്ടിയെന്ന്. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ നല്ല ഭേദപ്പെട്ട് വരിക കേട്ടോ, സുഖപ്പെട്ട് വരികയാണ് ഞാൻ ഓരോ ദിവസം കഴിയും തോറും. I have been getting better day by day. Have been getting എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ സുഖം പ്രാപിച്ചു വരികയാണ്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സുഖം പ്രാപിച്ച് ഇപ്പൊ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഐ ഹവ് ബീൻ ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. കഴിഞ്ഞ വർഷം എനിക്കൊരു ജോലി കിട്ടി. ഐ ഗോട്ട് എ ജോബ് ലാസ്റ്റ് ഇയർ. കിട്ടി. ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈകിപ്പോയായിരുന്നു, ഭയങ്കര വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 5 മണിക്ക് എത്തേണ്ട അടുത്ത് ഞാൻ 5:30 ആയി. ഐ വാസ് ഗെറ്റിംഗ് ലേറ്റ് യെസ്റ്റർഡേ. ഐ വാസ് ഗെറ്റിംഗ് ലേറ്റ്. ഇന്നലെ ഞാൻ വൈകിപ്പോയിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് ലേറ്റ്. എനിക്ക് നേരത്തെ തന്നെ അതിനുള്ള പെർമിഷനൊക്കെ കിട്ടിയായിരുന്നു. പെർമിഷൻ നേരത്തെ കിട്ടി എനിക്ക്. ഐ ഹാഡ് ഗോട്ട് പെർമിഷൻ ഏർലിയർ. നേരത്തെ കിട്ടി. അപ്പം ഹാഡ് ഗോട്ട്. ഐ ഹാഡ് ഗോട്ട് ദ പെർമിഷൻ ഏർലിയർ. നേരത്തെ തന്നെ എനിക്കത് കിട്ടിയിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. ഐ ഹാഡ് ബീൻ ഗെറ്റിംഗ് ടയേർഡ് ദാറ്റ് ഡേ. അന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാഡ് ബീൻ ഗെറ്റിംഗ് ടയേർഡ് ദാറ്റ് ഡേ. ഒരു മറുപടി എനിക്ക് എന്തായാലും പെട്ടെന്ന് കിട്ടും. ഐ വിൽ ഗെറ്റ് എ റിപ്ലൈ സൂൺ. കിട്ടും. വിൽ ഗെറ്റ്. 7 മണിക്ക് ഞാൻ റെഡി ആവുകയായിരിക്കും. ഐ വിൽ ബി ഗെറ്റിംഗ് റെഡി അറ്റ് 7. ഐ വിൽ ബി ഗെറ്റിംഗ് റെഡി. വിൽ ബി ഗെറ്റിംഗ് റെഡി എന്ന് വെച്ചാൽ ഞാൻ റെഡി ആവുകയായിരിക്കും. നാളെ ആകുമ്പോഴേക്കും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഗോട്ട് ദ റിസൾട്ട് ബൈ ടുമോറോ. വിൽ ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ഗോട്ട് ദ റിസൾട്ട് ബൈ ടുമോറോ. അടുത്ത വർഷമൊക്കെ ആവുമ്പോൾ എനിക്ക് ജോലിയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അടുത്ത വർഷമൊക്കെ ആവുമ്പോഴേക്കും. ഐ വിൽ ഹാവ് ബീൻ ഗെറ്റിംഗ് എക്സ്പീരിയൻസ് ഫോർ ഇയേഴ്സ് ബൈ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷമൊക്കെ ആവുമ്പോൾ എനിക്ക് ഒരുപാട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ പറയില്ലേ, അത് നമ്മൾ ആ ഒരു പ്രോസസ്സിലായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ ഗെറ്റിംഗ് എക്സ്പീരിയൻസ് ഫോർ ഇയേഴ്സ് ബൈ നെക്സ്റ്റ് ഇയർ. നമ്മുടെ 4ാമത്തെ വേർഡ് എന്താണ്? വർക്ക്. ഇനി നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും. നോക്കിക്കോളൂ. ഞാൻ നന്നായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യാറുണ്ട്. ഐ വർക്ക് ഹാർഡ്. ഇവിടെ വർക്ക് എന്നുള്ള വേർബിന് നമ്മൾ ഒരു ജോലി എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ജോലി. ഐ വർക്ക് ഹാർഡ്. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. ഐ എം വർക്കിംഗ് നൗ. ജോലി ചെയ്യുകയാണ്. ഐ എം വർക്കിംഗ് നൗ. ഞാൻ ഇവിടെ കുറേ വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറേ വർഷമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ ഇയേഴ്സ്. ഈ സ്ഥാപനത്തിൽ ഞാൻ കുറേ വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ ഇയേഴ്സ്. ഇവിടെ കുറേ വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ ഇയേഴ്സ്. രാവിലെ മുതൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഇന്നലെ ഞാൻ ജോലി ചെയ്തു. ഐ വർക്ക്ഡ് യെസ്റ്റർഡേ. ജോലി ചെയ്തു. ഐ വർക്ക്ഡ് യെസ്റ്റർഡേ. രാത്രി വൈകി ഞാൻ ജോലി ചെയ്യായിരുന്നു ഇന്നലെ. ഐ വാസ് വർക്കിംഗ് ലേറ്റ് നൈറ്റ്. ചെയ്യുകയായിരുന്നു. ഐ വാസ് വർക്കിംഗ് ലേറ്റ് നൈറ്റ്. ജോലി ചെയ്യുകയായിരുന്നു. ഈ കമ്പനിയിൽ ഞാൻ ചേരുന്നതിന് മുൻപേ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് വർക്ക്ഡ്. പണ്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയിൽ ചേരുന്നതിന് മുമ്പേ. അപ്പോൾ ജോയിൻ ചെയ്തു, അതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഐ ഹാഡ് വർക്ക്ഡ് ബിഫോർ ജോയിനിങ് ദിസ് കമ്പനി. അന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വർക്കിംഗ് കണ്ടിന്യൂസ്ലി ദെൻ. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ കാര്യം. ഐ ഹാഡ് ബീൻ വർക്കിംഗ് കണ്ടിന്യൂസ്ലി ദെൻ. കൂടുതൽ കഠിനാധ്വാനം ഞാൻ ചെയ്യും. ഐ വിൽ വർക്ക് ഹാർഡർ. നാളെ ഞാൻ ജോലി ചെയ്യായിരിക്കും. ഐ വിൽ ബി വർക്കിംഗ് ടുമോറോ. നാളെ ഞാൻ ജോലി ചെയ്യുകയായിരിക്കും. ഐ വിൽ ബി വർക്കിംഗ് ടുമോറോ.
അപ്പോഴേക്കും ഒരു 5 വർഷമായിട്ടുണ്ടാവും ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. I will have worked for 5 years by then. 5 വർഷം ആയിട്ടുണ്ടാകും ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. I will have worked. ജോലി ചെയ്തിട്ടുണ്ടാകും. I will have worked for 5 years. 5 വർഷമായിട്ട്. By then. അപ്പോഴേക്ക്. ഇവിടെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. I will have been working here for a decade. ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു അടുത്ത വർഷമൊക്കെ ആവുമ്പോൾ I will have been working here for a decade. 5ാമത്തെ വാക്ക്. അപ്പൊ ഇതോടുകൂടി നിങ്ങൾ ഇതിൽ തറോ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അടുത്ത വേർഡ് സ്പീക്ക്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള വേർഡാണ് സ്പീക്ക്. അപ്പൊ ഇനി ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആൻസർ വരും, ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. I speak English daily. I speak English daily. ഞാൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. I'm speaking now. ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. I have spoken to him. ഞാനിപ്പോ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ വീഡിയോ എടുക്കാൻ വേണ്ടി. I have been speaking for a long time. ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. I spoke confidently. ഞാൻ എൻ്റെ ടീച്ചറുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. I was speaking to my teacher. Yesterday at 5 o'clock. അങ്ങനെ ഒരു സമയം കൂടെ നമ്മൾ അതിൽ പറയും. I was speaking to my teacher. ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സത്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന്. I had spoken the truth. നിങ്ങൾക്ക് മനസ്സിലായില്ല? I had spoken the truth. സത്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ വിനയത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു മുൻപേ തന്നെ. I had been speaking politely. നേരത്തെ തന്നെ വളരെ മര്യാദയോടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been speaking politely. നാളെ ഞാൻ സംസാരിക്കും. I will speak tomorrow. നാളെ ഞാൻ സംസാരിക്കും. I will speak tomorrow. നാളെ 10 മണിക്ക് ഞാൻ സ്റ്റേജിൽ സംസാരിക്കുകയായിരിക്കും. I will be speaking on the stage at 10 a.m. I will be speaking on the stage. സംസാരിക്കുകയായിരിക്കും. Will be speaking. തീരാറാവുമ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം മീറ്റിംഗ് ഒക്കെ തീരാറാവുമ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. I will have spoken by the end. സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. നാളെ നിങ്ങൾ എത്തുമ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും 1 മണിക്കൂറായിട്ട്. I will have been speaking for an hour by then. അപ്പോഴേക്കും ഞാൻ 1 മണിക്കൂറോളം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നമ്മുടെ 5 വേർഡ്സും 60 സെന്റൻസുകളും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതേ പാറ്റേണിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വേർഡ് തരാം. മലയാളം ഞാനിപ്പോ പെട്ടെന്ന് പറയും. ആ വാക്കുപയോഗിച്ച് പറയാൻ പറ്റുന്ന 12 സെന്റൻസുകൾ മലയാളത്തിൽ ഞാൻ ഇപ്പൊ പറയാം. നിങ്ങൾ ഇപ്പൊ തന്നെ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടണം. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ആൻസേഴ്സ് വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ 9ാമത്തെ വീഡിയോ ആണിത്. ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരെല്ലാവരും ആ കഴിഞ്ഞ വീഡിയോസ് എല്ലാം പോയി കണ്ട് എഴുതിയെടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ്, അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. നിങ്ങൾക്കുള്ള വാക്ക് ഇതാണ്, ഗിവ്, നൽകുക, കൊടുക്കുക. ഇനി ഈ വേർഡ് വെച്ചിട്ട് 12 സെന്റൻസ് ഞാൻ മലയാളത്തിൽ പെട്ടെന്ന് ഞാൻ പറയാം. പിന്നെ ഒട്ടും താമസിക്കണ്ട, ബുക്കും പേനയും എടുക്കൂ. ഈ 12 സെന്റൻസുകളും ഇംഗ്ലീഷിലേക്ക് ആക്കുക. അതിനോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ ആ 12 സെന്റൻസുകളും ടൈപ്പ് ചെയ്തിടണം. ഓക്കെ, സോ നല്ലൊരു വീഡിയോ ആയിട്ട്. അപ്പൊ അടുത്ത വീഡിയോയുടെ ടോപ്പിക് എന്ത് വേണമെന്ന് നിങ്ങളുടെ സജഷനും കൂടെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൂടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുമല്ലോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരു.